ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിന് വാത്സല്യമുള്ളവരെയും ചെങ്ങന്നൂർ മാവേലിക്കര ഡയസിസിൽ മാവേലിക്കര സെൻട്രൽ മാർത്തോമാ യുവന സെക്രട്ടറിന്റെ ആഭിമുഖ്യത്തിൽ നോമ്പുകാലത്ത് ലെൻഡ്രോപ്സ് എന്ന പേരിൽ എല്ലാ ദിവസവും ധ്യാന ചിന്തകൾ പങ്കിടുന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുകയും സ്വന്തക്കാരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. 50 നോയമ്പ് നീണ്ട നോയമ്പാണല്ലോ. ഈ നോമ്പ് കാലം ഒരു സമർപ്പണത്തിൻ്റെയും ഒരു പുതുക്കത്തിൻ്റെയും ഒരു രൂപാന്തരത്തിൻ്റെയും കാലമാകണം എന്നുള്ളതാണല്ലോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വർഷത്തെ നോമ്പാചരണം നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പുതുക്കത്തിന്, ദൈവത്തോടും മനുഷ്യരോടും നമ്മൾ കൂടുതൽ അടുക്കുവാൻ മുഖാന്തരമായി തീരട്ടെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓശന്നാ ദിവസം യേശു കർത്താവിൻ്റെ രാജകീയമായ യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്ത് യേശു കർത്താവിൻ്റെ സൗമ്യഭാവം വിളിച്ചറിയിക്കുന്ന ഒന്നാണ്. അതിനുശേഷം പെസഹ വ്യാഴാഴ്ചയോട് നമ്മളെടുത്തിരിക്കുന്ന പെസഹ വ്യാഴം ഇസ്രായേൽ ജാതി പാപപരിഹാരി യാഗമായി ആടുകളെ യാഗം കഴിച്ചിരുന്നതിന് പകരമായി എന്നേക്കുമായി യേശു കർത്താവ് ക്രൂശിൽ പരമയാഗമായി തന്നെ അർപ്പിക്കുന്നതിൻ്റെ അടയാളമായി, മുന്നോടിയായി മാളികമുറിയിൽ ശിഷ്യന്മാർ ഒരുമിച്ച് അത്താഴം കഴിച്ച് ഇതിൻ്റെ ശരീരം ഇതിൻ്റെ രക്തം എന്ന് പറയുന്നതിലൂടെ കർത്താവിൻ്റെ യാഗത്തിലൂടെ നമുക്ക് നൽകുന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഒരു വിടുതലിൻ്റെ ആഘോഷമാണ് വ്യാഴം. പാപത്തിൽ നിന്നുള്ള വലിയൊരു വിടുതൽ കർത്താവിൻ്റെ കുരിശിലെ യാഗത്തിലൂടെ നമുക്ക് നൽകി നാം അതിൻ്റെ അനുഭവക്കാരായി തീരുമ്പോഴാണ് ഈ ആരാധനകളൊക്കെ അർത്ഥവത്തായിത്തീരുന്നത്. വാസ്തവമായി നാം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കപ്പെട്ടവരായി സ്വതന്ത്രരായി ജീവിക്കാൻ ഈ വർഷത്തെ പെസഹ ആചരണം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് വിശ്വസിക്കുന്നവർക്കാണ് ഇതിലൂടെയൊക്കെ രക്ഷയും ഇതിലൂടെയൊക്കെ പുതുക്കവും ഉണ്ടാകുന്നത്. നാം കേവലം പെസഹ ആചരിക്കുക മാത്രമല്ല, ആചരിക്കുന്നതിനൊക്കെ അപ്പുറമായി നാം ഇത് പൂർണ്ണമായി വിശ്വസിക്കുകയും കർത്താവിൻ്റെ കുരിശിലെ പരമയാഗം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ വിടുതലിന് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മളായിരിക്കുമ്പോഴാണ് ഈ വർഷത്തെ നോമ്പ് അർത്ഥവത്തായിത്തീരുന്നത്. അതിനെ ദൈവം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾ എല്ലാവരും എല്ലാ തിന്മയിൽ നിന്നും വിടുവിക്കപ്പെട്ടവരായി കഴിയുവാൻ നോയമ്പ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഉയർപ്പിന്റെ വലിയ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുമാറാകും.